അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, ശിർക്കാരോപണത്തിൻ്റെ ഗൗരവത ഇതിനെ സംബന്ധിച്ച് പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് മുസ്ലിം സമൂഹത്തിൽ മുസ്ലിമെന്ന് പറഞ്ഞ് സ്വയം മുസ്ലിമെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവർ സ്വയം മുസ്ലിമായി മാറുന്ന ഒരു സംഗതിയാണ് ശിർക്കാരോപണം എന്ന് പറഞ്ഞാൽ തൻ്റെ സഹോദരനെ തൻ്റെ ജാതിയിൽ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിച്ച ആളെ ശിർക്ക് ആരോപിച്ചാൽ അവൻ മുശ്രിക്കല്ലെങ്കിൽ ഇവൻ മുശ്രിക്കായി മാറും, ജാതിയിൽ നിന്ന് പുറത്തു പോകും. ഇതാണ് ഇസ്ലാമിൻ്റെ തത്വം. ഈ തത്വം അംഗീകരിക്കുന്ന ആളുകൾ മറ്റുള്ളവരെ ശിർക്ക് ആരോപിക്കരുത്. തമ്മാടിയെന്നോ കള്ളനെന്നോ കളവ് നടത്തുന്നവനെന്നോ എന്ത് പറഞ്ഞോളി അതിനുള്ള ശിക്ഷ കിട്ടുള്ളൂ, ഇല്ലാത്ത കാര്യമാണെങ്കിൽ. നേരെ മറിച്ച് ശിർക്ക് ആരോപിച്ചാൽ അതുകൊണ്ട് ജാതിയിൽ നിന്ന് പുറത്തു പോകും. ഇന്ന് അനങ്ങിയ ശിർക്ക് ആരോപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഈ മുജാഹിദ് ജമാഅത്ത് പോലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ, ജമാഅത്തിൻ്റെ ആളുകൾ വല്ലാതെ കേൾക്കലില്ല, മുജാഹിദിൻ്റെ ആളുകളോട് പ്രത്യേകിച്ച് ഇവിടെ പറയുന്നത് സുന്നികൾ മാത്രമല്ല, അവരെ ഈ ഭാഗത്തിൽപ്പെട്ട എട്ടായി പൊട്ടിയതിൻ്റെ ശേഷം 5-8 ഗ്രൂപ്പുകളുണ്ടല്ലോ, പരസ്പരം അങ്ങോട്ടും ശിർക്ക് ആരോപിക്കുക, മുശ്രിക്കാണ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എൻ്റെ മതത്തിൽപ്പെട്ടവനല്ല മറ്റേ മതത്തിൽപ്പെട്ടാണെന്ന്. സമസ്ത കുബൂരികൾ എന്നാണ് പറയാം. സമസ്ത കുബൂരികൾ മുശ്രിക്കീങ്ങൾ എന്നാണ് പറയുന്നത്. സമസ്തൻ്റെ ആളുകൾ മുഴുവനും മുശ്രിക്കാക്കി. എത്രത്തോളം ഫൈസൽ മൗലവിയൊക്കെ പറഞ്ഞു. എന്ത് ഫൈസൽ മൗലവിൻ്റെ വാപ്പ് വലിയ പണ്ഡിതനാണ്, സമസ്തൻ്റെ മുഷാവറ മെമ്പറായിരുന്നു ഇപ്പം പറയുന്നിട്ട്. അങ്ങനെ ഈ സമസ്തൻ്റെ മുഷാവറ മെമ്പറായ ഫൈസൽ മൗലവിൻ്റെ വാപ്പ മമ്പറത്ത് പൂജാരി എന്നാണ് പറയാം. മമ്പറത്തിന് പള്ളികളെ പറ്റി പള്ളികളൊക്കെ ഇവർ അമ്പലം ആക്കിയിട്ട് പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ചോയലി പറഞ്ഞല്ലോ, സുന്നികളെ പള്ളികളൊക്കെ എന്താണ്, അമ്പലം പോലെയാണ്. അവിടെയുള്ള ഉസ്താദുമാർ ഖത്തീബുമാരൊക്കെ അമ്പലത്തിലെ പൂജാരിമാരെ പോലെയാണെന്ന്. അങ്ങനെ ഈ ഫൈസൽ മൗലവി സ്വന്തം വാപ്പാനെ പറ്റി പറഞ്ഞത് എന്താണ്, ഈ മമ്പറത്തെ പൂജാരി എന്ന്. ഈ പൂജാരി എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കൽ മകനോട് ബാപ്പ പറഞ്ഞല്ലോ, മോനെ ഇജിന്നെ എന്ത് പറഞ്ഞാലും ഇജിന്നെ പൂജാരി എന്ന് പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു സ്വന്തം വാപ്പ. ഇങ്ങനത്തെ ഇവരൊക്കെ കുരുത്തക്കേടാണ് ഇവർക്ക് സംഭവിച്ചത്. ഈ ഫൈസലിൻ്റെ തൊള്ളയിൽ കൂടെ ഒക്കെ വരുന്നത്. ഫൈസൽ എന്തൊക്കെയാണ് പറയുന്നത്? ഫൈസലിൻ്റെ പുതിയ കുറച്ച് പണ്ട് പള്ളി ദർസിൽ പുതിയ ആ അറിവ് എല്ലാവർക്കും ഉണ്ടാകും. പള്ളി ദർസ് കൂടെ പഠിച്ചുകൊണ്ട് സുന്നികളിൽ നിന്ന് പഠിച്ചിട്ടേ ഇവർക്ക് സുന്നികളെ വിമർശിക്കാനും ഇവർക്ക് പറ്റണുള്ളൂ. ഇപ്പോൾ ജാമിദ പറയും പോലെ ഞങ്ങൾ ഖുർആനിൽ നിന്നാണ് നിങ്ങളെ എതിർക്കാൻ പഠിച്ചത് എന്ന്. കാരണം വളഞ്ഞ വൈക്ക് ഉദല്ല ബിഹി കസീറ വൈഹദി ബി കസീറ എന്ന് പറഞ്ഞില്ലേ, കുറേ ആൾക്കാർ വൈബയപ്പ് ഈ ഖുർആൻ ഓതിയിട്ട് വൈബയക്കും, കുറേ ആൾക്കാർ ഹിദായത്തിലാകും. എന്നതുപോലെ ഖുർആൻ ഓതി വൈബയച്ചവരിൽപ്പെട്ടവരാണ് ഇവർ, ഈ വഹാബി പ്രസ്ഥാനം. ഇവർക്ക് ഖുർആനിൽ നിന്ന് നേരിട്ട് നിയമങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഗവേഷണയോഗ്യരാണെന്നാണ് ഇവരെ വെപ്പ്. എന്നാൽ ഈ ഗവേഷണയോഗ്യരാകണമെങ്കിൽ അതിന് കുറേ നിബന്ധന ഉണ്ട്. ഹാഫിദാകാം. ഹാഫിദ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ഹദീസെങ്കിലും മനപ്പാടാകണം. ഇവർക്ക് ഹാഫിദ് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഹിഫ്ളാക്കാന്നല്ല. പിന്നെ നബി പറഞ്ഞിട്ടുണ്ട് അത്ര എന്തെങ്കിലും അഭിപ്രായവ്യത്യാസം വന്നാൽ അല്ല മദ്ഹബിൻ്റെ ഇമാമികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഞങ്ങൾ ഈ പറയുന്നതിൽ അഭിപ്രായവ്യത്യാസം വന്നാൽ നിങ്ങൾ ഖുർആനിക്കും ഹദീസിക്കും മടങ്ങിക്കൊണ്ടിട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഫൈസലൊക്കെ എടുത്ത് പറയല്? അത് ആരോടാണ് പറഞ്ഞത്? തത്തുല്യയോഗ്യരായ ഗവേഷണയോഗ്യരായ ഇമാമികളോട് പറഞ്ഞതാണ്. കാരണം ഇവർക്ക് ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടുണ്ട്. നമുക്ക് ഇന്ന് ലോകത്ത് മൊത്തം തിരഞ്ഞാൽ 1 ലക്ഷം ഹദീസ് പോലും കിട്ടൂല, സഹിയായ ഹദീസുകൾ തിരഞ്ഞാൽ. അപ്പോൾ ഈ ലക്ഷക്കണക്കിന് 10 ലക്ഷമൊക്കെ ഹദീസ് മനപ്പാടുള്ള ആളുകൾ അവരെ ഹദീസിക്ക് തിരഞ്ഞോളിട്ടോ, എൻ്റെ വാക്ക് ഞങ്ങളെ വാക്കിലെതിര് വന്നാൽ ഹദീസിക്ക് തിരഞ്ഞോളി എന്ന് പറഞ്ഞാൽ ആരോടെ? തത്തുല്യയോഗ്യരായ ഹദീസ് മനപ്പാടുള്ള അന്നത്തെ കാലഘട്ടത്തിലുള്ളവരോട് പറഞ്ഞത്. ഇന്നും അത് നമ്മുടെ മേലിൽ വെച്ച് കിട്ടിയിട്ട് ഇന്നും അത് നമുക്ക് ബാധകമാണ് എഴുതിയിട്ട് ഇങ്ങനൊരു വിഭാഗം. അത് മാത്രമല്ല, ഇവരിൽപ്പെട്ട ചില ആളുകൾ ഓരോ ഹദീസിനെ കിട്ട് ഇവരെന്നെ എന്താണ് ദൈഫാക്കാണ്. ഇപ്പോൾ അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞു, വലിയ നേതാവാണ് അബ്ദുസ്സലാം സുല്ലമി. 40ഓളം ഹദീസ് സഹീൽ ബുഖാരി എന്നുള്ള 40ഓളം ബുഖാരി മുസ്ലിമിലുള്ള 40ഓളം ഹദീസ് ഞാൻ ദൈഫാക്കിയെന്ന്. എന്നിട്ട് എനിക്കെന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചാണ് അബ്ദുസ്സലാം സുല്ലമി. അപ്പോൾ ഇങ്ങനത്തെ ഇവരെ പിൻഗാമികളാണ് ഈ മുസ്ലിമികളെ മുശ്രിക്ക് എന്ന് പറയുന്നത്. അനങ്ങിയ ശിർക്ക്. എന്നാൽ സുന്നികൾ ചെയ്യുന്ന കാര്യങ്ങൾ മൗലൂദ് ഓതുക, റാത്തീബ് ഓതുക, ദിക്ർ ഹൽക്ക ഉണ്ടാക്കുക, സലാത്ത് ചെല്ലുക, ദായിമായിട്ട് സലാത്ത്, വെള്ളിയാഴ്ച രാവിലെ എല്ലാവരും ജനങ്ങൾ ഒരുമിച്ച് കൂട്ടി സലാത്ത് ചെല്ലുക, നിസ്കാരം കഴിഞ്ഞിട്ട് ജനങ്ങളോടൊക്കെ എന്താണ് അവിടെ പെട്ടെന്ന് നീച്ചു പോകരുത്, കൂട്ടുപ്രാർത്ഥന നടത്തുക, സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ലാ ഇലാഹ ഇല്ലല്ലാഹ് 33, വെള്ളിയാഴ്ച രാവിലെ എന്താണ് 1000 സലാത്ത് അല്ലെങ്കിൽ ഈ 1000 ദിക്റുകൾ, ഇങ്ങനെയൊക്കെ എന്താണ് കണക്കാക്കി ഒരു സമയം നിർണ്ണയിച്ച് ചെല്ലൽ ബിദ്അത്താണെന്നപ്പോൾ ഇവർ പറയുന്നത്.
പിന്നോട് കൂട്ടരെ ഇവിടെ ജീവിക്കാൻ ഇതൊന്നും ഇല്ലെങ്കിൽ ജീവിക്കാനോടെ ഇബാദത്ത് ചെയ്യാനോടെ ഞമ്മക്കിവിടെ ഒഴിവ്. അള്ളാഹ് പറഞ്ഞല്ലോ അമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ ജിന്നിനെയും മനുഷ്യനെയും നമ്മൾ സൃഷ്ടിച്ചിട്ടില്ല എന്ന്. ഇപ്പം ഇത് നമ്മളെന്താണ് ഒരു മൂല്യർ പറയാം, നമുക്ക് ഈ എല്ലാവർക്കും പാടെ കൂടി നിന്നാണ്ട് ഒരു സ്ഥലത്ത് നിന്നാണ്ട് നമുക്ക് എന്താണ് 1000 ദിക്റാണ്ട് ചെല്ലുക എന്ന് പറഞ്ഞാൽ അതിന് കുറ്റം കിട്ടുന്നോ? ഇതിന് കുറ്റം കിട്ടി. ഇതെന്താണ് ദീനിൽ പെട്ടതല്ല, ഇങ്ങനെ നബി ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. നബി എന്നപോലെ നബിദിനം റസൂലുള്ള നബിദിനം കഴിച്ചിട്ടില്ല. നബിക്ക് ഏറ്റവും ബഹുമാനിക്കുന്നത് സഹാബാക്കളായിരുന്നല്ലോ. അവർ നബിനെ കണ്ട സഹാബാക്കൾ നബിൻ്റെ മൗലൂദും ദഫും ഇതൊന്നും നടത്തിയിട്ടില്ല എന്ന് പറയുന്ന വിഡ്ഢികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ നബിനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നാൽ അവർ നബിനെ സ്നേഹിച്ചതിന് നബിൻ്റെ അടുത്ത് കണ്ട് ഓടിച്ചില്ല. നബിനെ അവർ നേരിട്ട് കണ്ട് സ്നേഹിക്കുക. നമ്മളതിന് ഇങ്ങനൊരു നബിന്ന് നമ്മൾ സങ്കല്പിച്ച് കണ്ടുള്ള സ്നേഹമല്ല അവർക്കുള്ളത്. നമ്മൾ നബിനെയും അള്ളാഹിനെയും ഒക്കെ കണ്ടവരല്ലല്ലോ. നബിനെ കണ്ട സഹാബാക്കൾ അവരെന്താണ്, അവർ തുപ്പണ സമയത്ത് തുപ്പൽ പുറത്തേക്കാക്കാൻ വേണ്ടി കൈ ഇങ്ങനെ കാണിച്ചെടുത്തിട്ട് കയ്യിൽ തുപ്പലാക്കിയിരുന്നു, അവരുടെ മേത്തൊക്കെ പുരട്ടിയിരുന്നു എന്നാ. ഇങ്ങനെ അവർ നബിനെ സ്നേഹിച്ചു. അവർ നബി അമ്പിട്ട് വരികയാണെങ്കിൽ സ്വന്തം ശരീരം കൊണ്ട് അവർ തടുത്തു. നബിനെ സ്നേഹിച്ചതാണ്. നമുക്ക് എന്ത് ചെയ്യും? നമ്മളെ റസൂലുള്ളാഹിനെ ബഹുമാനിച്ച് കണ്ട് എന്താണ് നബിൻ്റെ മദ്ഹുകൾ പറയാവുന്നത് പോലെ തന്നെ ആ നബി നമ്മളിലേക്ക് റഹ്മത്തുൽ ആലമീൻ ആ നബി വന്നതിൽ സന്തോഷിച്ച് മറ്റുള്ളവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുക. നമ്മുടെ സൗഹാർദ്ദത്തിൽ നബി പഠിപ്പിച്ച ഇത്തിബാഉർ റസൂൽ, നബി പഠിപ്പിച്ച ആ ചര്യകൾ പിന്തുടരാൻ വേണ്ടിയിട്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക. ഇവർ പറയുന്നത് എന്താണ്? സുന്നികൾക്ക് പ്രബോധനമല്ല. അവർ ഏത് സുന്നിയാണ് ഇവിടെ മുജാഹിദ് ബാലുശ്ശേനെ പോലത്തെ ഇവരൊക്കെ പറയുന്നത് ബഡായി ആണെന്ത് ഈ ഫൈസലിനെ പോലത്തെ അവരൊക്കെ. നിങ്ങൾ ആരെ ഇവിടെ ഇസ്ലാമിലേക്ക് നിങ്ങളെ ദേവത്ത് കൊടുക്കാൻ എത്തിയത്? ഇവിടെ കാഫിര്യങ്ങളെ വീട്ടിൽ ചെന്നുകൊണ്ട് ദേവത്ത് എടുത്താൻ ആരാ പറഞ്ഞത്? ഇവിടെ ദേവത്ത് എടുത്താൻ ആറ് പറഞ്ഞു? ഓരോരുത്തരും പരിചയം ദേവത്ത് എടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ദേവത്ത് അത് മാത്രമല്ല, നബിൻ്റെ വാപ്പന്മാരൊക്കെ എന്താണ് ഈ കാഫിര്യങ്ങളായിരുന്നു എന്നപ്പോൾ ഇവർ പറയണത്. അവരൊക്കെ നരകത്തിലാണ്. ഇങ്ങനത്തെ തൊള്ളി തോന്നിയ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ഈസാ നബിൻ്റെയും റസൂലുള്ളാഹിൻ്റെയും കാലത്തിൻ്റെ ഇടയിൽ എത്ര കാലങ്ങളുണ്ടായി? ഈ കാലത്തിന് ഫത്രത്തിൻ്റെ കാലം എന്നാണ് പറയുന്നത്. നബിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന കാലം, അന്ന് ജീവിച്ചു പോയ മഹാന്മാർക്ക് തെറ്റില്ല, കുറ്റമില്ല. കാരണം എന്താണ്? നബിമാരെ പ്രതീക്ഷിച്ചിരിക്കുന്ന കാലം. അത് മാത്രമല്ല, മുമ്പുള്ള പ്രവാചകന്മാരുടെ വേദഗ്രന്ഥങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് അവർ. അപ്പോൾ ഇവരൊക്കെ കാഫിർ മുശ്രിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് അവർ നബിൻ്റെ അമ്മയും ബാപ്പയും കാഫിറാണെന്ന് പറയുന്നവരെ പറ്റി നമ്മളെ പറ്റി കാഫിർ എന്ന് പറയാൻ ഇവർക്ക് എന്താ ഇവരെ നാവിന്? നിങ്ങളൊന്ന് ആലോചിക്കുകയാണ്. നബിൻ്റെ അമ്മയും ബാപ്പയും സ്വർഗത്തിലല്ല, അവർ കാഫിറാണെന്ന് പറഞ്ഞ ഇവർക്ക് ആ കാലം ഏതാണെന്ന് നോക്കണം. ഫത്രത്തിൻ്റെ കാലം. റസൂലുള്ള ദഅവത്ത് എത്തിയിട്ടില്ലെന്ന്. മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ ഈ ഈസാ നബിൻ്റെയും ഇടയിൽ പ്രവാചകന്മാരെ പ്രതീക്ഷിച്ചിരിക്കുന്ന കാലമാണ്. ആ കാലത്തുള്ള ജീവിച്ച മഹാന്മാർ ഇവരെ പറ്റിയാണ് ഇവർ പറയുന്നത്. നബിൻ്റെ ഉമ്മാനും വാപ്പാനും നബിനെ വെറുപ്പിച്ചാൽ എന്താണ്? അവന് നരകത്തിലാണെന്നറിയില്ല. അപ്പം നബിൻ്റെ സ്വന്തം ഉമ്മയും വാപ്പയും നരകത്തിലാണ് കേട്ടോ എന്ന് പറയുന്നത് നബിനെ വെറുപ്പിക്കലല്ലേ? ഇതോടുകൂടെ തന്നെ ഇവർ ഈമാൻ പോയില്ലേ? പിന്നെ ഇവരെ മറ്റുള്ളവരെ മുശ്രിക്കാക്കേണ്ട ആവശ്യമില്ല, സ്വയം മുശ്രിക്കാക്കി. എന്നാലും ഇവിടെ മുശ്രിക്കും ഈ ഷിർക്കും ആരോപിക്കുന്ന വിഷയം എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മൾ പറയുന്നത് ഇവിടെ മൗലിദ്യവും കഴിക്കരുതൊക്കെ സുന്നത്ത് എന്ന പ്രതിഫലാർഹമാണെന്ന്. ഇത് ചെയ്യുന്നവർ ഷിർക്ക് ചെയ്യുന്നവരാണെന്ന് അറിയണം. ഇർത്തകബത്ത് ചെല്ലുക ഷിർക്ക്. നബിനോടാണ് ആവലാതി നബിനോട് ആവലാതി എത്ര ആളുകൾ ആവലാതിന് ബോധിപ്പിച്ചിട്ടുണ്ട്? ഖുർആനിൽ തന്നെ ആഹ്വാനല്ലേ? പാപികളും ദോഷികളുമായ ആളുകൾ നിങ്ങളെടുത്ത് വന്നാൽ നബിയെ നിങ്ങളവർക്ക് പൊറുക്കലിനെ തേടിയാൽ അള്ളാഹുവിനോടും അവർ പൊറുക്കലിനോട് നിങ്ങളോട് പൊറുക്കലിനെ തേടി നിന്നിട്ട് നിങ്ങൾക്ക് പൊറുക്കുന്നവരായിട്ട് എന്ന് ഉദ്ദേശം വരുന്ന ആയത്ത്. ഇങ്ങനെ ആയത്തുകളിൽ ഹദീസുകളിലൊക്കെ നബിൻ്റെ അടുത്ത് വന്നുകൊണ്ട് എത്ര ആളുകൾ എന്തൊക്കെ ചോദിച്ചു. ദുന്യാവിയാദത്തും മുഹർവിയാദത്തും സ്വർഗം വരെ ചോദിച്ചു. എന്നപോലെ സ്വർഗത്തിലുള്ള കൂട്ട് ചോദിച്ചു. നബിൻ്റെ ഒപ്പം കൂട്ട് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു എന്നോട് ചോദിക്കരുത്, അത് പഠിച്ചവനോട് നേരിട്ട് ചോദിക്കാനുള്ളതാണെന്ന് റസൂൽ പറഞ്ഞു. അതൊന്നുമില്ല, എന്ത് കാര്യം റസൂലുള്ളാഹിനോട് ചോദിക്കാം. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നാ നമ്മളൊരു നിർബന്ധമായ കാര്യമല്ല ചെയ്യണത്. എന്നപോലത്തെ അവസ്ഥയിൽ ഇസ്തിഗാസ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും സുന്നിയായിട്ട് തന്നെ ജീവിക്കാം. ഇനിയിപ്പോൾ ഇവിടെ മുയ്യുദ്ദീൻ ഷേഖല്ല, ബദരീങ്ങളല്ല, മറ്റുള്ള ഏത് ആളും മുയ്യുദ്ദീൻ ഷേഖ് അറിയുന്നൊരു ഔലിയ ഇവിടെ ജീവിച്ചിട്ട് തന്നെയല്ല എന്ന് നമ്മളാണ്ട് പറഞ്ഞു. ഇന്നാലും കളവ് പറഞ്ഞെന്ന് വരുള്ളൂ, ജാതിയിൽ നിന്ന് പുറത്തു പോകില്ല. എന്നപോലെ CM മടവൂരാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത്. ലോകത്തിൻ്റെ നിയന്ത്രണമൊക്കെ CM അറിയാതെ പ്ലേറ്റ് കൂട്ടുമുട്ട് അറിയാവുന്ന പ്ലേറ്റ് കൂട്ടുമുട്ട് ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ
എന്തെങ്കിലും വിഡ്ഢിത്തരങ്ങളൊക്കെ പറയേണ്ടത് സുന്നികളെ മേലെ ഒന്നായിട്ട് വെച്ച് കെട്ടിയാണ്ട് ഇത് കാരണം മുശ്രിക്കായി എന്ന് എല്ലാവരെ പറ്റിയും പറഞ്ഞാലോ, സമസ്തക്കാർ ഒന്നായിട്ട് മുശ്രിക്കായി എന്നാണ് പറയല്. ഇവർക്ക് സമസ്തനെ അറിയുള്ളൂ. ഇവിടെ ലോകത്തുള്ള സുന്നികൾ മുഴുവനും ചെയ്യുന്ന പരിപാടികൾ, ഈ പ്രമാണബദ്ധമായ കാര്യങ്ങൾ, അത് പുതിയ കാര്യമാണെങ്കിലും അത് ബിദ്അത്ത് ഹസനായിട്ടാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവൊക്കെ എല്ലാ ഇമാമിങ്ങളും പഠിപ്പിച്ചത്. അല്ല ഞാൻ ഇവിടെ ഒന്നും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റൂല. ഞാൻ മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു കുട്ടി പ്രസവിക്കുന്ന സമയത്ത് അത് സന്തോഷിച്ചുകൊണ്ട് നമ്മൾ മുട്ടായി വിതരണം ചെയ്യണേ, അത് സുന്നി മുജാഹിദൊക്കെ ചെയ്യണേ നമ്മൾ കണ്ടിട്ട് ഞാൻ ആസ്പത്രിയിൽ നിന്ന് കണ്ട സാഹചര്യങ്ങളാണ് അപ്പോൾ പറയുന്നത്. അത് പാടില്ല, ബിദത്താണെന്ന് പറഞ്ഞാൽ അവൻ്റെ കുട്ടി ജനിച്ചതിലെന്താണ് അള്ളാഹ് ചെയ്തൊരു നിയമത്തിന് നന്ദി ചെയ്യുകയാണ് അപ്പോൾ ചെയ്തത്. ഇത് നബിൻ്റെ കാലത്തുണ്ടോ എന്ന് വെച്ചാൽ ഒരു കുട്ടിയെ പ്രസവിച്ച സമയത്ത് അന്നെന്താണ് നമ്മൾ സന്തോഷിച്ചതിലെന്താണ് ഈ മുട്ടായി വിതരണം ചെയ്യണേ. ഇതൊക്കെ പ്രമാണബദ്ധമാണെന്ന് നമ്മളാണ് മനസ്സിലാക്കിയാൽ മതി. നബിയെ പ്രസവിച്ചതിന് സന്തോഷിച്ചു കൊണ്ട് എന്ത് ചെയ്തു, അബൂലഹബ് സുവൈബത്തുൽ അസ്ലമിയനെ എന്ന് പറയുന്ന ഒരു അടിമനെ മോചിപ്പിച്ച കാരണത്താൽ എന്ത് ചെയ്യുന്ന എല്ലാ തിങ്കളാഴ്ചയും നരകശിക്ഷയിൽ നിന്ന് ആ മുസ്ലിം അല്ലാത്ത ആൾക്ക് പോലും എന്ത് ചെയ്യുന്നുണ്ട്, ശിക്ഷ വളവ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങളായ നമ്മൾ ചെയ്യുന്നതിനെ പറ്റി ഇവർ ശിർക്ക്, കുഫ്ർ, ബിദ്അത്ത് എന്നൊക്കെ ഉണ്ട് ആരോപിക്കുന്നത്. ഇവർക്ക് വേറൊത്തും പണിയില്ല. കാരണം എന്താ പറയുക, ഇവർക്ക് ആശയം കൊണ്ട് നേരിടാൻ കഴിയാത്തത് കൊണ്ട് ആരോപണങ്ങളൊക്കെ ഉണ്ട്. പ്രതിയോഗികളെ സങ്കല്പിച്ചാലേ ഇവർക്ക് ഇവിടെ നിലനിൽപ്പുള്ളൂ. ഒരു പ്രതിയോഗിയെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഇവരെ മതം വളർത്താൻ നോക്കുകയാണ്. അള്ളാഹ് ഇവരെ ഷിർറിൽ നിന്ന് കാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടതിനും കേട്ടതിനൊക്കെ കുഫ്റാവും ശിർക്കും ആലോചിച്ചാൽ സ്വന്തം കാഫിറായി ചാകും എന്ന് മനസ്സിലാക്കി സാധാരണക്കാരോട് പറയാനുള്ളത്, ഇവിടെ ഉള്ളവരൊക്കെ മാപ്പിളാരാണ്, ഒക്കെ മുസ്ലിമീങ്ങളാണ്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ വഹാബി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അവരിലേക്ക് നിങ്ങൾ കൂടരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ശിർക്ക് ആരോപിക്കലോടുകൂടെ സ്വന്തം കാഫിറായി പോയി. കാരണം എൻ്റെ ഹൃദയത്തിലുള്ളതാണ്, ഞാൻ ബദരീങ്ങളെ കാക്കണമെന്ന് പറഞ്ഞാൽ ബദരീങ്ങൾ ദൈവമാണെന്നോ അല്ലെങ്കിൽ ബദരീങ്ങൾക്ക് സ്വയം കഴിവുണ്ടോയെന്ന് വിശ്വസിച്ചാൽ ഉടനെ മുശ്രിക്കായി. അപ്പോൾ എൻ്റെ വിശ്വാസത്തിലുള്ളത് അല്ലെങ്കിൽ ഒരു മമ്പറത്തോ അല്ലെങ്കിൽ ഇവിടെ മക്കാമിൽ ചെന്നുകൊണ്ട് അവരോട് സഹായം തേടിയാൽ അത് കറാമത്ത് മരണത്തോടു കൂടെ മുറിയില്ല എന്ന നിലക്കാകുന്നത് കൊണ്ട് കറാമത്ത് കൊണ്ട് സഹായിച്ചേക്കാം എന്നുള്ളത് അവർ കാരണമായിട്ട് അള്ളാണ് സഹായിക്കുന്നത് എന്ന വിശ്വാസത്തോടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഒക്കെ ഒരു കാരണക്കാരനാണ്. ഈ നമ്മൾ ഗുളിക കുടിക്കുന്നത് ഒരു കാരണമാണത്, ശിഫയാക്കണ അള്ളാണ്. എങ്ങനെ വിശ്വസിക്കണം? വിശ്വാസം ദൃഢമായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവനെപ്പറ്റി മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ സ്വന്തം മുശ്രിക്കായി പോകും എന്ന് മനസ്സിലാക്കി സാധാരണ വഹാബികളും മുശ്രിക്കാക്കുമ്പോൾ ശ്രദ്ധിക്കണം, സ്വന്തം അവൻ ജാതിയിൽ നിന്ന് പുറത്തു പോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇത്തരം തെറ്റിൽ നിന്ന്, മറ്റുള്ള തെറ്റ് പോലെയല്ല, കള്ളുകുടി പോലെയല്ല, അതൊന്നും ഒക്കെ അന്ന് പുറത്ത് കൊടുത്തേക്കാം. ഷിർക്ക് അന്ന് ഒരിക്കലും പൊരുത്തപ്പെടില്ല. അപ്പോൾ ഈ ഷിർക്കിൽ അകപ്പെടുന്ന ആ കാര്യങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഒരാളെ മുശ്രിക്കാക്കിക്കൊണ്ട് സ്വയം മുശ്രിക്കാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അള്ളാഹ് അവർക്കും നമുക്കും ഹിദായത്ത് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.